വസുദേവർ കുഞ്ഞിനെയുമെടുത്ത് പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന വാതിലുകൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങി. കാവൽഭടന്മാരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ആകാശത്തിൽ കാർമേഘങ്ങൾ പന്തൽ വിധാനിച്ചതുപോലെ ഏതു നിമിഷവും ചൊരിയാൻ തയ്യാറായി നിന്നു. വസുദേവർ കുഞ്ഞിനെയുമെടുത്തുകൊണ്ട് നടന്നു. താമസിയാതെ മഴ പെയ്യാൻ തുടങ്ങി. അനന്തൻ തൻ്റെ 1000 ഫണങ്ങളും വിടർത്തി വസുദേവർക്കും കുഞ്ഞിനും ഒരു കുടയായി വർത്തിച്ചു. 33,000 കോടി ദേവന്മാരും താമസക്കാരും ആകാശമാർഗത്തിൽ ദേവിയോടുകൂടി വാദ്യഘോഷത്തോടെ വസുദേവർക്കൊപ്പം നടന്നു. ഭഗവാനെയും കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ കാളിന്തി ദേവി വസുദേവർക്ക് കടന്നു പോകാനായി വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ നദിയും കടന്ന് വസുദേവർ ചെന്നപ്പോൾ നന്ദഗോപരുടെ വീടിൻ്റെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം വേഗം അകത്തു കടന്നു. അവിടെ പ്രസവാലാസ്യത്തിൽ മയങ്ങുകയായിരുന്ന യശോദയുടെ അടുത്ത് ലോകപാലകനായ കുഞ്ഞിനെ കിടത്തി. അവിടെയുണ്ടായിരുന്ന പെൺകുഞ്ഞിനെയും എടുത്ത് വസുദേവർ തിരിച്ചു പോന്നു. മഹാവിഷ്ണുവിൻ്റെ മായാദേവിയായ ദേവിയെ ദേവകിയുടെ സമീപത്ത് കൊണ്ടുചെന്ന് കിടത്തിയ വസുദേവർ വേഗം തന്നെ താൻ കിടന്നിരുന്ന സ്ഥാനത്ത് തന്നെ ചെന്നു കിടന്നു. ചങ്ങലകൾ താനെ വന്ന് വസുദേവരെ ബന്ധിച്ചു. മയക്കത്തിലായിരുന്ന ദേവകിയും ഇതൊന്നും അറിഞ്ഞില്ല. തുറന്ന വാതിലുകളെല്ലാം ബന്ധിക്കപ്പെട്ടു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട വൃദ്ധന്മാരെല്ലാം പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. അവർ കംസന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ദേവകി പ്രസവിച്ച വിവരം അറിയിച്ചു. വാർത്ത കേട്ട കംസൻ മരണലക്ഷണം പോലെ നടുങ്ങിപ്പോയി. അയാൾ ഉടനെ തന്നെ ദേവിയുടെ സമീപത്തേക്ക് ഓടാൻ തുടങ്ങി. വഴിയിൽ ഇടയ്ക്കിടെ വീണും എഴുന്നേറ്റും ഓടിക്കിതച്ച് സഹോദരി കിടക്കുന്ന പ്രസവഗ്രഹത്തിലെത്തി. വേഗം വന്നെടുക്കുന്ന ക്രൂരനായ ഹംസനെ കണ്ട് ദേവകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടത കാണിക്കല്ലേ. അങ്ങയുടെ സഹോദരിയായ എനിക്ക് വേറെ ആരും ആശ്രയമില്ല. എൻ്റെ 6 മക്കളെയും ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളഞ്ഞില്ലേ. ഇത് അങ്ങയുടെ കുറ്റമല്ല, പാപിയായ എൻ്റെ കുറ്റം കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പോഴുണ്ടായ ഈ പെൺകുഞ്ഞിനെയെങ്കിലും കൊല്ലാതെ എനിക്ക് തരണം. ഞാനിനി പ്രസവിക്കുകയില്ല. ഇതൊരു പെൺകുഞ്ഞായതുകൊണ്ട് അങ്ങേക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ദീനവത്സനായ അങ്ങ് ഈ കുഞ്ഞിനെ എനിക്ക് ദാനമായി നൽകിയാലും. പക്ഷേ ഈ വാക്കുകളൊന്നും കേട്ടിട്ട് കംസന്റെ ശിലാഹൃദയം അലിഞ്ഞില്ല. ദേവയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചെടുത്ത് നിലത്ത് അടിക്കാൻ തുടങ്ങി. എന്നാൽ ആ പെൺകുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വഴുതി മേൽപോട്ടുയർന്നു. 8 കൈകളിലും ആയുധമണിഞ്ഞ വിഷ്ണുമായയാണ് കംസൻ കണ്ടത്. ദേവിയുടെ ഈ രൂപം കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന കംസനോട് ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മൂഢപ്രഭു, നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്തിന്? ഞാൻ നിന്നോട് എന്തു പിഴച്ചു? ഞാൻ നിനക്ക് ദോഷം വരുത്താൻ വന്നതല്ല. ഈ രോഗം പരിപാലിക്കാനാണ് എൻ്റെ ജോലി. നിന്നെ കൊല്ലാനായി നിന്റെ ശത്രുവായ ഭഗവാൻ നാരായണൻ അവതരിച്ചിട്ടുണ്ട്. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നാലാകും വിധം നീ ചെയ്താലും നിനക്ക് അവനാൽ മരണം നിശ്ചയമാണ്. ഇങ്ങനെ അരുളി ചെയ്തിട്ട് ദേവി അന്തർധാനം ചെയ്തു. കംസൻ താൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ ഓരോന്നായി ചിന്തിക്കാൻ തുടങ്ങി. പശ്ചാത്താപ വിവശനായ കംസൻ വസുദേവരെയും ദേവകിയെയും മോചിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടനായ ഞാൻ നിങ്ങളോട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തുപോയി. നിങ്ങൾക്കുണ്ടായ 6 മക്കളെയും വധിച്ചു കളഞ്ഞത് നീച പ്രവൃത്തിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. നിങ്ങൾക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്ന വാക്കുകേട്ട് ഭയപ്പെട്ടാണ് ഞാൻ ഇത്തരം ദുഷ്ടപ്രവൃത്തികൾ ചെയ്തത്. കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈശ്വര നിശ്ചയം ആർക്കും മാറ്റാനാവില്ല. ഞാൻ ചെയ്ത ദുഷ്ടപ്രവൃത്തികളൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് കംസൻ വസുദേവരുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. വസുദേവർ കംസനെ സ്നേഹപൂർവ്വം പിടിച്ചെഴുന്നേൽപ്പിച്ചു. സന്തോഷത്തോടുകൂടി വസുദേവരും ദേവിക്കും അവരുടെ മന്ദിരത്തിലേക്ക് പോയി. അടുത്ത ദിവസം മന്ത്രിമാർ കംസനെ കാണാനെത്തി. തൊഴുതു നിന്ന മന്ത്രിമാരോട് കംസൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. ഇത് കേട്ട് ദുഷ്ടരായ മന്ത്രികൾ കംസനോട് പറഞ്ഞു: പ്രഭു, ഈ ദേവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അശരീരി കേട്ടത് തന്നെ അതിനൊരു ഉദാഹരണമല്ലേ. ഭീരുക്കളായ ദേവന്മാരെ നമുക്ക് എതിർക്കാതിരിക്കാനായി നിഗ്രഹിക്കണം. ശത്രുക്കൾക്ക് വളരാൻ അവസരം കൊടുക്കരുത്. താമസമുണ്ടായാൽ അവർക്ക് ശക്തിയും ശൈര്യവും വർദ്ധിക്കും. രോഗിയെ തുടക്കത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് ചികിത്സിച്ചാലും ഫലമില്ലാതെ വരും. അതുകൊണ്ട് അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സഞ്ചരിച്ച് കഴിഞ്ഞ 10 ദിവസത്തിനകം ജനിച്ച എല്ലാ കുട്ടികളെയും കൊന്നുകളയാം. ഭീരുക്കളായ ദേവന്മാർ നമ്മെ എതിർക്കില്ല.
ദേവന്മാരുടെ ശക്തി വിഷ്ണുവാണ്. അതിനാൽ ആ വിഷ്ണുവിനെ തന്നെ വേരോടെ നശിപ്പിക്കണം. മാത്രമല്ല വേദമോതുന്നവരെയും താപസന്മാരെയും ഹോമം ചെയ്യുന്നവരെയും നശിപ്പിക്കണം. അവരുടെ പശുക്കൾ, ദേവന്മാർ, ബ്രാഹ്മണർ തുടങ്ങിയവരുടെ ഉന്മൂലനാശമുണ്ടാകും. മന്ത്രിമാരുടെ ഉപദേശം കേട്ട് കംസന്റെ മനസ്സ് വീണ്ടും ചഞ്ചലമായി തീർന്നു. തങ്ങളെ കൊണ്ടാവും വിധം സജ്ജനങ്ങളെ ഉപദ്രവിക്കാനും കൊച്ചുകുട്ടികളെ വധിക്കാനും കംസൻ അവർക്ക് അനുവാദം കൊടുത്തു. വിനാശകാലെ വിപരീത ബുദ്ധി എന്നല്ലേ കംസന് വീണ്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള ബുദ്ധി തോന്നി.